വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തെക്കുറിച്ചാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം. ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം കുംഭമാസം 29-ാം തീയതി മാർച്ച് 13-ാം ലോകപ്രശസ്തമായ, ലോകത്തിൽ തന്നെ ഇത്രയും സ്ത്രീകൾ ഒത്തുകൂടുന്ന ഒരു ആഘോഷം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ അനന്തപുരിയുടെ ദേശീയ മഹോത്സവം എന്ന് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല അറിയപ്പെടുന്നു. കേരളത്തിലെ തന്നെ ആദ്യത്തെ പൊങ്കാല മഹോത്സവമാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. കേരളത്തിനകത്തും പുറത്തുമായി ചെറുതും വലുതുമായ മറ്റനേകം ക്ഷേത്രങ്ങളിൽ ഇന്ന് പൊങ്കാല മഹോത്സവം നടന്നു വരുന്നുണ്ട്. മലയാളികളുടെ സാന്നിധ്യമുള്ള വിദേശ രാജ്യങ്ങളിൽ പോലും പൊങ്കാല സമർപ്പണം നടക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. 1997 ഫെബ്രുവരി മാസം 23-ാം തീയതി നടന്ന ആറ്റുകാൽ പൊങ്കാലയിൽ 1.5 മില്യൺ സ്ത്രീകളാണ് പങ്കെടുത്തത്. ഇത്രയും അധികം സ്ത്രീകൾ പൊങ്കാലയിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിൽ റെക്കോർഡായി. 2009 ഈ റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് 25 ലക്ഷം പേരാണ് പൊങ്കാല ഇടാൻ എത്തിയത്. ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് 9-ാം ദിവസമായ പൂരം നാളും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. ഈ ദിവസം ആദിപരാശക്തിയായ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഭക്തർക്ക് ഉണ്ടാകും എന്നാണ് വിശ്വാസം. തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തോട് സാമ്യമുള്ള ആറ്റുകാലമ്മയുടെ തോറ്റംപാട്ടിൽ വടക്കും കൊല്ലത്തെ കന്യാവ് കാളി രൂപം പൂണ്ട് തൻ്റെ ഭർത്താവിനെ അന്യായമായി വധിച്ച പാണ്ഡ്യരാജാവിൻ്റെ വധിച്ച ശേഷം ശിരസ് ശ്രീ മഹാദേവന് സമർപ്പിക്കുന്ന ഭാഗം പാടിയാണ് പൊങ്കാല ആരംഭിക്കുന്നത്. പൊങ്കാല സമയത്ത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രവും അതിനു പരിസരവുമായ തിരുവനന്തപുരം നഗരവും ജനനിബിഡമാകാറുണ്ട്. ക്ഷേത്ര പരിസരത്ത് നിന്നും ഏകദേശം 10 കിലോമീറ്ററോളം ദൂരത്തിൽ റോഡിന് ഇരുവശത്തും വരിയായി പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും. ആറ്റുകാൽ പൊങ്കാല ഇന്ന് ലോകത്തിൻ്റെ പല കോണിലും വിദേശ രാജ്യങ്ങളിലും എന്തിന് മലയാളികൾ ഉള്ള ഇടത്തെല്ലാം തന്നെ പൊങ്കാല ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയിട്ടു സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. ആപത്തു സമയങ്ങളിൽ ആറ്റുകാലമ്മയുടെ തുണ ഉണ്ടാകുമെന്നും അവസാന കാലത്ത് പരാശക്തിയിൽ മോക്ഷം പ്രാപിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ദ്രാവിഡ ജനതയുടെ ദൈവാരാധനയുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണ് പൊങ്കാല ഇടൽ എന്ന് ചിലർ വിശ്വസിക്കുന്നു. ഹൈന്ദവ ജനവിഭാഗത്തിൻ്റെ ജനകീയമായ ഒരു ആരാധനാമാർഗമായി പൊങ്കാലയെ കണക്കാക്കുന്നു. കേരളത്തിലെ ദുർഗ, ഭദ്രകാളി, ശ്രീ പാർവതി, ഭുവനേശ്വരി, അന്നപൂർണേശ്വരി, ശ്രീ കുരുംബ, ഭഗവതി തുടങ്ങിയ പരാശക്തി ക്ഷേത്രങ്ങളിൽ ഇവ കൂടുതലായി കാണപ്പെടുന്നത്. പ്രധാനമായും അന്നപൂർണേശ്വരിയായ ഭഗവതിയുടെ ഇഷ്ടനിവേദ്യമായി പൊങ്കാലയെ കണക്കാക്കുന്നു. പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ്. അതിലുപരി അനേകം പുണ്യം തരുന്ന ഒന്നായിട്ടാണ് പൊങ്കാലയെ കരുതിപ്പോരുന്നത്. പൊങ്കാല അർപ്പിച്ചു പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ ആഗ്രഹങ്ങൾ സബലീകരിച്ചു തരുമെന്ന്
ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് പൊങ്കാലയിലേക്ക് സ്ത്രീജനങ്ങളെ ആകർഷിക്കുന്നത്. പൊങ്കാലയ്ക്ക് മുൻപ് ഭക്തർ വ്രതം നോൽക്കുകയും ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യാറുണ്ട്. ദൂരദേശങ്ങളിലുള്ളവർ അടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വ്രതം ആരംഭിക്കുന്നു. ആറ്റുകാലമ്മയുടെ തട്ടകത്തേക്ക് വരാൻ കഴിയാത്തവർ സ്വന്തം വീടുകളിൽ തന്നെ പൊങ്കാല അർപ്പിക്കുകയും ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ ഭക്തർ സ്വന്തം വീടുകളിൽ തന്നെയായിരുന്നു പൊങ്കാല അർപ്പിച്ചിരുന്നത്. ഇന്ന് ലോകമെമ്പാടുമുള്ള വിശ്വാസികളായ മലയാളി സ്ത്രീകൾ അതാതു സ്ഥലങ്ങളിൽ തന്നെ പൊങ്കാല അർപ്പിച്ചു കാണുന്നു. ഇപ്പോഴും അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, UK തുടങ്ങിയ വിദേശ രാഷ്ട്രങ്ങളിലും മറ്റും ആറ്റുകാൽ പൊങ്കാല നടക്കുന്നതായി കണ്ടുവരുന്നു. പൊങ്കാല അടുപ്പിന് സമീപം ഗണപതിക്ക് വയ്ക്കുക എന്ന ഒരു ചടങ്ങുണ്ട്. തൂശനിലയിൽ അവിൽ, മലർ, വെറ്റില, പാക്ക്, പഴം, ശർക്കര, പൂവ്, ചന്ദനത്തിരി, നിലവിളക്ക്, നിറനാഴി, കിണ്ടിയിൽ വെള്ളം എന്നിവയാണ് വയ്ക്കേണ്ടത്. പൊങ്കാലയിടുന്നതിന് പുതിയ മൺകലമാണ് ഉപയോഗിക്കേണ്ടത്. ക്ഷേത്രത്തിനു മുൻപിലുള്ള പണ്ടാര അടുപ്പിന്, അതായത് രാജാവിൻ്റെ പ്രതീകം എന്ന സങ്കല്പത്തിലാണ് പണ്ടാര അടുപ്പ് എന്ന് പറയുന്നത്. ആ അടുപ്പിൽ തീ പകർന്നതിന് ശേഷം മാത്രമേ മറ്റു അടുപ്പുകളിൽ തീ പകർത്താൻ പാടുള്ളൂ. പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ മിക്കയിടത്തും ഭക്തർക്കായി അന്നദാനം നടക്കാറുണ്ട്. പൊങ്കാലയിൽ പ്രധാനമായും 3 വിഭവങ്ങളാണ് കാണപ്പെടുന്നത്. ശർക്കര പായസം, മണ്ടപ്പുറ്റ്, തെരളിയപ്പം അഥവാ കുമ്പിളപ്പം തുടങ്ങിയവയാണ് സാധാരണയായി മിക്കവാറും ആളുകൾ ശർക്കര പായസമാണ് നിവേദിക്കാറുള്ളത്. രോഗങ്ങൾ മാറുവാനും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടിയാണ് മണ്ടപ്പുറ്റ് നിവേദിക്കാറുള്ളത്. അരിയും പയറും ശർക്കരയും മറ്റും ചേർത്താണ് ഈ വിഭവം തയ്യാറാക്കുന്നത്. ഭഗവതിയുടെ പ്രിയ നിവേദ്യമാണ് കടുംപായസം അഥവാ പ്രഥമൻ, വെള്ളച്ചോറ്, സേമിയ പാൽപ്പായസം, പാലട, മോദകം, ഇലയട മുതലായ പല ഭക്ഷ്യവസ്തുക്കളും നിവേദിച്ചു കാണാറുണ്ട്. നിവേദ്യവസ്തു എന്തു തന്നെ ആയാലും ഭക്തിയോടെ സമർപ്പിച്ചാൽ ഭഗവതി അത് സ്വീകരിക്കുകയും ഭക്തരെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.